തമിഴകത്തെ രാഷ്ട്രീയം നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ രാഷ്ട്രീയം പോലെ അല്ല. അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ, അതായത് ഈ കലാരംഗവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ശീലം. അപ്പോൾ അതിൽ ഏറ്റവും അധികം വിജയിച്ചത് MG രാമചന്ദ്രനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനായി തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും അതിൻ്റെ പരമാവധി വിജയം കണ്ടെത്തുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അതേ പാത പിന്തുടർന്ന് വന്ന മറ്റ് പലരും, നമുക്കറിയാം, ശിവാജി ഗണേശൻ, കമലഹാസൻ, വിജയകാന്ത്, ഇങ്ങനെ പല നടന്മാരും അവരുടേതായ രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിലും MGRനോളം കടന്നു വരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തായിരുന്നു? അതിന് അനുകൂലമായ ഒരു സാഹചര്യം അങ്ങനെ ഒന്നുണ്ടായിരുന്നോ? ഇല്ല. അതിൻ്റെ കാരണം, എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നം സമൂഹമോ തമിഴ്നാട്ടിലെ ജനങ്ങളോ അനുഭവിച്ചിരിക്കുന്നതായോ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം എന്ന ഒരു ചിന്താഗതി വിജയന് തോന്നേണ്ടതായോ അങ്ങനെയുള്ള ഒരു സാഹചര്യവും നമ്മൾ കണ്ടില്ല. അപ്പോൾ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ടിറങ്ങാൻ തയ്യാറായത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നു. അപ്പോൾ വ്യക്തി താല്പര്യങ്ങളുടെ സംരക്ഷണമാണ് പൊതുവെ നമ്മൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നത്. വിജയും തൻ്റെ താരമൂല്യം ഭംഗിയായി അവതരിപ്പിച്ച് ഒരു രാഷ്ട്രീയ നേതാവായി മറ്റൊരു പ്രതിച്ഛായയിലൂടെ തമിഴ് ജനതയുടെ മനസ്സിൽ ഇടം നേടാൻ ശ്രമിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ പ്രത്യേകിച്ചൊരു സാഹചര്യമില്ലാതെ, എന്തെങ്കിലും പൊതുവായി ശക്തമായി അഡ്രസ്സ് ചെയ്യാനൊരു വിഷയമില്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രൂപീകരണവും അതിലൂടെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതൊന്നും പ്രസക്തമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ശക്തമായ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാനൊന്നും വിജയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ താരമൂല്യം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വോട്ടായി അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് ശക്തി പകരും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ആ സിറ്റുവേഷനിലാണ് ഈ ദുരന്തം എന്നോർക്കുക. അപ്പോൾ ഈ ദുരന്തം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് എന്തായാലും വിലങ്ങുതടിയായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ.